കോഴിക്കോട് ലഹരി കേസ് പ്രതിയുടെ സ്വത്ത് പോലീസ് കണ്ടുകെട്ടി. മലപ്പുറം സ്വദേശി കണ്ണനാരിപ്പറമ്പിൽ സിറാജിന്റെ സ്വത്താണ് കണ്ടുകെട്ടിയത്. ലഹരി വിറ്റ് നേടിയ സ്വത്ത് കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് ടൗൺ പോലീസാണ് നടപടിയെടുത്തത്. ചേതൻ വിവരങ്ങളുമായി ചേരുന്നു. ചേതൻ, മയക്കുമരുന്നിനെതിരായ പോരാട്ടം, ഒപ്പം മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവർക്കെതിരായ ശക്തമായ നടപടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവത്തെ കാണാം. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? കോഴിക്കോട് ടൗൺ പോലീസ് എടുത്ത നടപടിയുടെ അജിഷാദ്, അങ്ങനെ തന്നെയാണ്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടിയാണ് കേരള പോലീസ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതായത് ഈ കേസ് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 16-ാം തീയതി 750 ഗ്രാം MDMA-യുമായി മലപ്പുറം പേങ്ങാട് സ്വദേശി സിറാജ് പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് ടൗൺ പോലീസാണ് സിറാജിനെ പിടികൂടുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ഈ പേയാട് സ്വദേശിയുടെ വീടും സ്ഥലവും വാഹനവും ബാങ്ക് അക്കൗണ്ടും അടക്കം പോലീസ് സ്വത്ത് കണ്ടുകെട്ടുന്നത്. ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P. ജിതേഷ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ചെന്നൈ ആസ്ഥാനമായ സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. വീട് ഉൾപ്പെടെ 4.5 സെന്റ് സ്ഥലവും സ്കൂട്ടറും കണ്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലെ 15,000 രൂപയും പ്രതിയുടെ മാതാവിന്റെ അക്കൗണ്ടിലെ 33,935 രൂപയുമാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇയാൾ വസ്ത്ര വ്യാപാരിയാണ്. മുംബൈയിൽ നിന്നും അതുപോലെ തന്നെ ദില്ലിയിൽ നിന്നും വസ്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ മറവിൽ MDMA കച്ചവടം നടത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത്. അത് മാത്രമല്ല, 5 വർഷം മുമ്പ്, അതായത് 2020-ൽ ഈ ഹിമാചൽ പ്രദേശിലെ ഗോന്ദർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ LSD അതുപോലെ തന്നെ MDMA മയക്കുഗുളികൾ എന്നിവയുമായി ഇയാൾ അറസ്റ്റിലായിരുന്നു. ഈ കേസിലും ഇയാൾ 10 മാസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. അത് മാത്രമല്ല, ഈ മാതാപിതാക്കളുടെ പേരിൽ ഈ പ്രതി ബാങ്ക് ലോൺ എടുത്തിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രതി ഈ ലോണ് തിരിച്ചടക്കുന്നത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ലോൺ അടച്ചത് ഈ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച പണം കൊണ്ടാണെന്നാണ് പോലീസ് കണ്ടെത്തത്. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് പോലീസിന്റെ നടപടി തന്നെയാണ്. അതായത് സാധാരണ ഇത്തരം ഈ ലഹരി വിൽപ്പന കേസുകളൊക്കെ പെട്ടാൽ പോലീസ് ഈ ചെന്നൈ ആസ്ഥാനമായ ഈ കോമ്പിറ്റന്റ് അതോറിറ്റിയെ അറിയിക്കാറില്ല. ഇങ്ങനെ ഒരു പ്രൊസീജിയർ വളരെ ചുരുക്കം ഭാഗത്തു നിന്നാണ് നമ്മൾ മുഴങ്ങിക്കേട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെ മാത്രമല്ല ചേതൻ, അതായത് ഏറ്റവും കുറവ് മയക്കുമരുന്നുകൾ വ്യാപാരവും മറ്റും നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഏറ്റവും കൂടുതൽ ശിക്ഷ നടപടികൾ ഇതിൽ നടപ്പാക്കുന്നതും കേരളത്തിലാണ്. അതിൻ്റെ അർത്ഥം അത്ര എഫിഷ്യൻ്റായിട്ടാണ് പോലീസും കേരളത്തിലെ എക്സൈസ് സംവിധാനങ്ങളും ഒക്കെ മയക്കുമരുന്നിനെതിരായ പോരാട്ടം നീങ്ങുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ശക്തമായ നിലയിൽ ഇത്തരത്തിലൊരു നടപടി, അതായത് തുണി വ്യാപാരത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്ത ആൾ പിടികൂടി മറ്റൊരു കേസിൻ്റെ അല്ലെങ്കിൽ അത്തരം ട്രയലുകളുടെയും നടപടികളുടെയും ഭാഗമായി രക്ഷപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം നേടിയെടുക്കുകയോ ചെയ്യുന്നൊരു അവസരം സൃഷ്ടിക്കാതെ കൃത്യമായി അതിൽ നിന്ന് സമ്പാദിച്ച പണമടക്കം അക്കൗണ്ടുകളടക്കം ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം മാതൃകാപരമാണ് പോലീസിന്റെ ഈ നടപടി, അല്ലേ? തീർച്ചയായും അതെ അജിൻസ, തീർച്ചയായും മാതൃകാപരമായ നടപടിയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, അതായത് പോലീസ് കുറച്ചുകൂടി ഇതിന്റെ കൂടുതൽ നിയമത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിലേക്കുള്ള നടപടിക്ക് മുൻകൈ എടുത്തു എന്നുള്ള കാര്യമാണ് മറ്റ് കേസുകളിൽ നിന്ന് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. അതായത് ചെന്നൈ ആസ്ഥാനമായ ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി ഉണ്ട്. ഈ കേസിന്റെ കുറ്റപത്രവും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയാൽ ഇത് ഈ കോമ്പിറ്റന്റ് അതോറിറ്റിയിലേക്ക് പോലീസ് അയക്കും. ഈ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമാണ് ഈ പ്രതികളുടെ ഈ സ്വത്ത് കണ്ടുകിട്ടുക. അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്കാണ് ഇപ്പോൾ കേരള പോലീസ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നാളെ ഇത്തരം മയക്കുമരുന്ന് വ്യാപാരത്തിലേക്കുള്ള ഇറങ്ങുന്നവർക്കുള്ള ഒരു താക്കീത് കൂടി ആയി മാറുകയാണ്. തീർച്ചയായും ചേതൻ സാജനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.